അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 17-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെക്കുറിച്ച് പരിശോധിച്ചു പോന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വചനം ജഡമായി ഞങ്ങളുടെ ഇടയിൽ വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്ത് ഞങ്ങൾക്ക് വഴി ഒരുക്കി തന്ന, ഞങ്ങളുടെ വഴിയായിത്തീരുന്ന, ഞങ്ങളുടെ സത്യമായി ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ഞങ്ങളുടെ യേശു കർത്താവേ, ഈ സിയോൻ മലമുകളിൽ ഇതാ ഞങ്ങൾ നിന്റെ തിരുവചനവുമായി തികഞ്ഞ തിരുവചനം ലഭിക്കണമെന്നുള്ള ആർത്തിയോടുകൂടെ അടുത്തു വരുന്നു. നിന്റെ വചനം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ ഇന്ന് തുറക്കണമേ. നിന്റെ വചനത്തിലൂടെ നിന്റെ ശോഭയാർന്ന മുഖം കാണുവാൻ ഞങ്ങളെ ഇന്ന് അലങ്കരിക്കണമേ. നിന്റെ വചനം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ ഇന്ന് തുറക്കണമേ. നിന്റെ വചനം നീ ഞങ്ങളോട് പറയുന്നതനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളുടെ ഇച്ഛാശക്തിയെ അങ്ങ് ക്രമപ്പെടുത്തണമേ. വചനത്താൽ വളരപ്പെട്ട ഒരു സഭയുടെ തുടക്ക സ്ഥലത്താകുന്നുവല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് കർത്താവേ, നിന്റെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. എളിയ അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും ദൈവമേ അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മെശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പൗലുസിൻ്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനെയാണ്. ഒന്ന് തെസ്സലോനിക്കയിലെ സഭ, മറ്റൊന്ന് ബെരോവയിലെ സഭ. ഈ തെസ്സലോനിക്കയിലെ സഭയും ബെരോവയിലെ സഭയിലും പൗലുസും ശീലാസും തൻ്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ ചെന്നപ്പോൾ അവിടെ നടത്തിയ ഒരു കൺവെൻഷനും ആ കൺവെൻഷന് ശേഷം അവിടെ ഉണ്ടായ പ്രതിഫലനങ്ങളെയും കുറിച്ചാണ് ഇന്ന് ഈ വേദവാക്യത്തിൽ നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധനായ പൗലുസ് 2ാമത്തെ തൻ്റെ മിഷണറി യാത്ര തുടങ്ങി അദ്ദേഹം യൂറോപ്പിലുള്ള സഭകളെ സ്ഥാപിക്കുന്ന ആ പ്രക്രിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം തെസ്സലോനിക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്. തെസ്സലോനിക്കയിൽ സഭയിൽ ചെന്നതിന് ശേഷം അദ്ദേഹം അവിടെ ശുശ്രൂഷ തുടങ്ങുകയാണ്. അങ്ങനെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ അതിനു മുമ്പ് അദ്ദേഹം അംഫിപ്പൊലീസിലും അപ്പലോന്യയിലും ഒരുമിച്ച് ശുശ്രൂഷ നടത്തിയതിന് ശേഷം അവർ മുമ്പോട്ട് പോകുകയാണ്. അങ്ങനെ കർത്താവിനോടുകൂടെ മുൻപോട്ട് യാത്ര ചെയ്യുന്ന പൗലുസും ശിലാസും ഒപ്പം തന്നെ ഒരു വിശ്വാസ സമൂഹവും രൂപപ്പെടുകയും ഒരുമിച്ച് സഞ്ചരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിന് പ്രധാന വിഷയമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ്: ദൈവത്തോടുകൂടെ അറിയപ്പെടാത്ത മേഖലകളിലേക്ക് സഞ്ചരിക്കുക. ദൈവത്തോടുകൂടെ അറിയപ്പെടാത്ത മേഖലകളിലേക്ക് സഞ്ചരിക്കുക. മൂവ് വിത്ത് ക്രൈസ്റ്റ് ടു ദ അൺനോൺ. ഈ വേദഭാഗം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പൗലുസ്, ശിലാസ് ഇവർ തെസ്സലോനിക്കയിൽ ചെന്നു. അവർ തെസ്സലോനിക്കയിൽ ചെന്നപ്പോൾ അവിടെ പള്ളിയിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ വചനം വീറോടെ പ്രസംഗിച്ചപ്പോൾ അനേകർ ദൈവത്തിൽ വിശ്വസിച്ച് അവർ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരായിട്ട് മാറി. അവർ ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് ആയിട്ട് മാറി.
ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിട്ട് മാറി. അങ്ങനെങ്കിൽ ഓരോ കൺവെൻഷൻ്റെയും ഉദ്ദേശം കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീരുവാൻ വചനം നമ്മളെ ഒരുക്കുന്ന അനുഭവമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരാകുവാൻ നമ്മളെ ഒരുക്കുന്ന അനുഭവമാണ്. The purpose of any convention is the formation of discipleship. Formation of the disciples also. ശിഷ്യന്മാരെ രൂപപ്പെടുത്തുന്ന ഒരു സമൂഹമായിട്ട് മാറുന്ന അനുഭവമായിട്ട് തീരണം. അതുകൊണ്ട് ഈ മലമുകളിലെ 4 ദിവസത്തെ വചന കേൾവി കഴിഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത്. നമ്മൾ കർത്താവിനോടുകൂടെയും കർത്താവിൻ്റെ വചനം നമ്മൾക്ക് വിഭാഗിച്ചു തന്നിരിക്കുന്ന നമ്മുടെ അപ്പോസ്തലന്മാരോടുകൂടെയും അതോടൊപ്പം തന്നെ നാം എല്ലാവരും കൂടെ ചേർന്ന് ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിയിലേക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ഒരുങ്ങുകയാണ്. ഇനി രണ്ടാമത് ഈ വേദഭാഗം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വിശുദ്ധനായ വിശുദ്ധനായ ശീലാസും കൂടെ യാത്ര ചെയ്ത് അവർ പ്രസംഗിക്കുന്ന അനുഭവമാണ്. ഇവർ തെസലോനിക്കയിലെ സഭയിൽ ചെന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ അവരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുകയാണ്. അവരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അവരുപയോഗിക്കുന്ന രീതിശാസ്ത്രം വളരെ കഠിനമാണ്. അവരവിടെയുള്ള ഗുണ്ടകളെ ഒരുക്കുകയാണ്. അവിടെയുള്ള ഗുണ്ടകളെ ഒരുക്കിയിട്ട് പൗലുസും ശീലാസും താമസിക്കുന്ന ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. യാസോന്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. യാസോന്റെ ഭവനത്തിൽ ചെന്ന് എങ്ങനെയെങ്കിലും ഈ പൗലുസിനെയും ശീലാസിനെയും നിഗ്രഹിക്കുന്നതിന് വേണ്ടി ഈ ആളുകൾ കരുക്കൾ കൂട്ടി അവിടെ ചെല്ലുകയാണ്. അങ്ങനെ കരുക്കൾ കൂട്ടി ചെല്ലുമ്പോൾ അവരകത്ത് കയറിയപ്പം യാസോന്റെ വീട്ടിൽ പൗലുസുമില്ല, ശീലാസുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ സുവിശേഷം വഹിക്കുന്ന, ചൂടടയാളം വഹിക്കുന്ന ദൈവജനമെന്നുള്ള നിലയിൽ അവരെ ഉപദ്രവിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു ഇടവകയെക്കുറിച്ചാണ് തെസലോനിക്കയിലെ ഇടവകയെക്കുറിച്ച് നമുക്ക് കാണുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലുസും ശീലാസും അവർ അപ്പോസ്തോലന്മാരായി ശുശ്രൂഷാസ്ഥാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ, പൗലുസ് അപ്പോസ്തോലനും ശീലാസ് സഹായിയുമായി ശുശ്രൂഷാസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ അപ്പോസ്തോലനെയും കൂടെയുള്ളവനെയും ആരും ഉപദ്രവിക്കാതിരിക്കാൻ തക്കവണ്ണം ഒരു കരുതൽ കൊടുക്കുന്ന വിശ്വാസ സമൂഹമായിട്ട് മാറുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കരുതൽ സമൂഹമാണോ അതോ നമുക്ക് എന്തെങ്കിലും കോമ്പറ്റീഷൻ്റെ ഒരു പരിണതമായ അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മളിൽ ആർക്കെങ്കിലും ഒരു വേദന വരുമ്പോൾ, ഒരു വീഴ്ച വരുമ്പോൾ നമ്മൾ ആ കുഴിയിൽ കിടക്കുന്നവൻ്റെ മണ്ടയ്ക്ക് വീണ്ടും കല്ലെടുത്തെറിഞ്ഞ് അവനെ പാതാളത്തിൻ്റെ അഗാധതയിലേക്ക് കൊണ്ടുവരുവാനുള്ള അസുരവിത്താണോ നമ്മുടെ ഉള്ളിലുള്ളത്? അതോ പരസ്പരം കൈത്താങ്ങുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം ആദരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണോ എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ സിയോൻ മലമുകളിൽ നിന്ന് നമ്മൾ നമ്മുടെ ഭവനങ്ങളിലേക്കും നമ്മുടെ ഇടവകളിലേക്കും നമ്മൾ പോകുമ്പോൾ നമ്മളെല്ലാവരും കർത്താവിൽ ഒന്നാണെന്നും നമ്മളിൽ ഓരോരുത്തർക്കും ഒരു വേദനയുണ്ടായാൽ ആ വേദന നമ്മുടെ വേദനയാണെന്നും സ്വന്തം വേദനയാണെന്നും കാണുവാനും കരുതുവാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കൂടിവരവ് കൊണ്ട് വലിയ അർത്ഥമില്ല എന്ന് ഈ ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. തെസലോനിക്കയിൽ അവർ യാസോന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ പൗലുസും ശീലാസും അവിടെയില്ല. അവിടെ നിന്ന് അവർ പൗലുസിനെയും ശീലാസിനെയും മാറ്റിയിരിക്കുന്നു. അങ്ങനെ യാസോനെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നു. യാസോനെ അവർ പിടിച്ചുകൊണ്ട് പോയി നഗരത്തിൽ ചെല്ലുന്നു. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ, തെസലോനിക്കയിലെ ഒരു കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ 2 കാര്യങ്ങൾ അവർക്കുണ്ടായി. ഒന്ന്, അവർ ദൈവവചനം ശ്രദ്ധയോടുകൂടെ കേട്ടു.
ദൈവവചനം ശ്രദ്ധയോടുകൂട്ട് കേട്ടിട്ട് ശേഷം they became the true disciples of Christ. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിട്ട് തീർന്നു. അതുകൊണ്ട് സിയോൻ മുകളിൽ നിന്ന് കൺവെൻഷൻ കേട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പടവുകളിലേക്ക് പോകുവാൻ നമുക്ക് കഴിയണം. 2, അവർ പരസ്പരം കരുതുന്ന ആളുകളായിട്ട് തീരുകയാണ്. അവർ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളായിട്ട് തീരുകയാണ്. പരസ്പരം ഭാരങ്ങളെ ചുമക്കുന്ന ആളുകളായിട്ട് തീരുകയാണ്. പരസ്പരം ബഹുമാനിക്കുന്നവരായിട്ട് തീരുകയാണ്. തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുവൻ ഒരിക്കലും കഷ്ടം അനുഭവിക്കരുത് എന്നുള്ള ചിന്തയുള്ളവനായിട്ട് തീരുകയാണ്. അതുകൊണ്ട് ഈ മലമുകളിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പൗലോസും ശീലാസും കൂടെ പോകുന്നത് നേരെ തിരിച്ച് അവർ ബെരോവയിൽ ചെല്ലുകയാണ്. അങ്ങനെ ബെരോവയിൽ ചെന്നപ്പോൾ അവിടെയും പൗലോസ് ഒരു കൺവെൻഷൻ മീറ്റിംഗ് നടത്തി. പൗലോസും ശീലാസും കൂടെ അവിടെയും ഒരു കൺവെൻഷൻ മീറ്റിംഗ് നടത്തിയപ്പോൾ അവിടുത്തെ കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അവിടെ പറയുന്നത് അവരവിടെ കൺവെൻഷൻ മീറ്റിംഗ് നടത്തിയപ്പോൾ ഇവിടെ ലൂക്കോസ് എഴുതുന്നത് ഇവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ നല്ലവരായിരുന്നു. കോട്ടയത്തുള്ളവർ ദൈവത്തിൻ്റെ സഭയിലെ നല്ലവരാകുന്ന ഒരു ഗുണം താഴെ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അവർ പറയുന്നു, അവർ വചനം പൂർണ്ണ ജാഗ്രതയോടുകൂടെ കേട്ടു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടുകൂടെ കേട്ടു. പ്രിയപ്പെട്ടവരെ, ഓരോ കൺവെൻഷൻ്റെയും ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ, ഓരോ കൺവെൻഷനുകളുടെയും ലക്ഷ്യം ദൈവവചനത്തെക്കുറിച്ചുള്ള അടങ്ങാത്ത ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ദൈവവചനം കൂടാതെ എനിക്ക് ജീവിപ്പാൻ കഴിയുകയില്ല എന്നുള്ളൊരു ചിന്ത വരുന്നതാണ്. അല്ലെങ്കിൽ ദൈവവചനത്തിൽ നമുക്കൊരു ഇഫക്റ്റീവ് ഡിസയർ ഉണ്ടാകുന്നതാണ്. എന്താണ് ഈ ഇഫക്റ്റീവ് ഡിസയർ? നമുക്ക് ഇന്ന് നമ്മൾ സുവിശേഷ ഭാഗമായിട്ട് വായിച്ച ഭാഗത്തിനകത്ത് അതിൽ ആദ്യത്തെ വാക്യം തന്നെ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ ആത്മാവില്ലാത്തവൻ ഭാഗ്യവാന്മാരെന്ന അർത്ഥത്തിലല്ല. അവിടെ പറയുന്നത് എനിക്ക് ആത്മാവ് ഇല്ലാതെ ജീവിപ്പാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ഇഫക്റ്റീവ് ഡിസയർ ഉള്ളവരായിട്ട് തീരണമെന്നുള്ളതാണ്. മാർത്തോമക്കാരുടെ മുഖമുദ്ര, നവീകരണക്കാരുടെ മുഖമുദ്ര എന്തെന്ന് ചോദിച്ചാൽ ദൈവവചനത്തിലുള്ള ആഴമായ കൊതിയും ആഴമായ ആഗ്രഹവുമാണ്. ഇവിടെ നമുക്കറിയാം 2 തരത്തിലുള്ള ആഗ്രഹങ്ങൾ മനുഷ്യനുണ്ട്. ഒന്ന് അൻ ഇഫക്റ്റീവ് ഡിസയർ എന്ന് പറയും, മറ്റൊന്ന് ഒരു കോമൺ ഡിസയർ എന്ന് പറയും. കോമൺ ഡിസയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലും ഉറക്കം വരാൻ സാധ്യതയുള്ളത് കൊണ്ടും ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഉണർന്നോട്ടെന്നും കണ്ടുകൊണ്ടും ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ തൊട്ടടുക്കൽ ഒരു ആറോടുന്നുണ്ട്, മീനച്ചിലാറുണ്ട്. അന്നേരം ഈ മീനച്ചിലാറിൻ്റെ കരയിൽ ചെന്നതിന് ശേഷം മീൻ പിടിക്കാൻ അറിയാമെങ്കിൽ ഒരു വലയിട്ട് മീൻ പിടിച്ചതിന് ശേഷം ആ മീനെടുത്ത് പുറത്തോട്ടിടുമ്പോൾ മീൻ കിടന്ന് പിടയ്ക്കുന്നത് കാണാം. അത് കഴിഞ്ഞതിന് ശേഷം അതിനെ താഴോട്ടിടുമ്പോൾ, വെള്ളത്തിലോട്ട് വീണ്ടും വിടുമ്പോൾ അത് വളരെ സന്തോഷത്തോടു കൂടെ പോകുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ ആ മീൻ മുകളിലോട്ട് വരുമ്പോൾ, ഭൂമിയിലേക്ക് വരുമ്പോൾ ശ്വാസം കിട്ടാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്ന ശ്വാസത്തിൻ്റെ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന അനുഭവം നമുക്കെല്ലാവർക്കും ദൈവവചനത്തെക്കുറിച്ചുണ്ടാകണം. അതാണ് ഇഫക്റ്റീവ് ഡിസയർ എന്ന് പറയുന്നത്. അതാണ് ദാരിദ്ര്യത്തിൻ്റെ അനുഭവം എന്നവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവവചനം ഈ തെസലോനിക്കയിലുള്ളവർ വളരെ കൊതിയോടുകൂടെ, വളരെ സന്തോഷത്തോടുകൂടെ അവർ ഗ്രഹിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ ദൈവവചനത്തെ കൊതിച്ചവരാണ്. നമ്മൾ ദൈവവചനത്തിൻ്റെ പുറകെ പോയിട്ടുള്ളവരാണ്. ദൈവവചനം മാത്രം ശ്രദ്ധയോടുകൂടെ കേട്ടിട്ടുള്ളവരാണ്. തുറന്ന വേദപുസ്തകവുമായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടവരാണ്. തുറന്ന വേദപുസ്തകവുമായി ഇറങ്ങിപ്പുറപ്പെട്ടവരെ സംരക്ഷിച്ച സ്ഥലമാണ് ഈ സ്ഥലം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഈ തുറന്ന വേദപുസ്തകം ഇല്ലാതെ എനിക്ക് ജീവിപ്പാൻ കഴിയുകയില്ല എന്നുള്ള
ഒരു ഇഫക്റ്റീവ് ഡിസയറുമായിട്ട് ഇന്ന് ഈ മലമുകളിൽ നിന്ന് നമുക്ക് പോകുവാനായിട്ട് സാധിക്കണം. തുറന്ന വേദപുസ്തകമില്ലാതെ ഞങ്ങൾക്കിനി ജീവിപ്പാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ഇഫക്റ്റീവ് ഡിസയറുമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ബെരോവയിലെ ആളുകളുടെ ഗുണം ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. അതാണല്ലോ പറയുന്നത്, അവർ ദൈവവചനം കേട്ടു എന്ന് മാത്രമല്ല, അവർ വചനം പൂർണ്ണ ജാഗ്രതയോടുകൂടെ കൈക്കൊണ്ടതല്ലാതെ അങ്ങനെ തന്നെയോ എന്ന് അവർ പരിശോധിച്ചു പോന്നു. കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ പുറകെ പോകാനായിട്ടല്ല, തുറന്ന വേദപുസ്തകത്തിനകത്തെ ദൈവവചനവുമായി ഇതിന് കുലബന്ധമുണ്ടോ, ഇത് ദൈവവചനം തന്നെയാണോ ഈ പ്രസംഗിക്കുന്നത്, എല്ലാ പ്രസംഗങ്ങളും നമുക്ക് സ്വീകരിപ്പാനായിട്ട് പറ്റുമോ, എല്ലാ പ്രസംഗങ്ങളും പ്രസംഗിക്കുന്നത് ദൈവവചനം തന്നെയാണോ എന്ന് ദൈവവചനത്തിൻ്റെ ശക്തിയെ ശോധന ചെയ്യുന്ന, പരിശോധിക്കുന്ന ഒരു സമൂഹം കൂടെയായിരുന്നു ഈ ബെരോവയിലെ സഭ. അതുകൊണ്ടാണ് അവർ തെസലോനിക്ക സഭയിലെ ആളുകളെ കാട്ടിലും മേന്മയുള്ളവരെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം നമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഇന്ന് there is an inflation of messages. ലോകം മുഴുവൻ ഇന്ന് പ്രസംഗങ്ങളുടെ കൂമ്പാരമാണ്. എവിടെ തിരിഞ്ഞാലും പ്രസംഗമാണ്. ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഇപ്പം നിങ്ങളെല്ലാവരും ശാന്തമായിട്ട് നിൽക്കുന്നു, ഞാൻ ശാന്തമായിട്ട് പ്രസംഗിക്കുന്നു. ചിലപ്പോൾ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കുന്നവർ താഴെ വീഴുന്നു. എന്തെല്ലാം കോലാഹലങ്ങളാണ് നടക്കുന്നത്. ഇതിൻ്റെ മധ്യത്തിൽ ദൈവം തമ്പുരാൻ ബെരോവയിലെ ആളുകളെക്കുറിച്ച് പറയുന്നു. ബെരോവയിലെ ആളുകൾ ലഭിച്ചിരിക്കുന്ന ദൈവവചനം അത് തന്നെയാണോ എന്ന് അവർ സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കുന്നു. മാർത്തോമക്കാരുടെ ലക്ഷ്യം ഇതാണ്. അതുകൊണ്ടാണ് മാർത്തോമക്കാർ തുറന്ന വേദപുസ്തകവുമായി ഇറങ്ങിപ്പുറപ്പെടുന്നതിന് തയ്യാറായിട്ട് തീർന്നത്. കലമണ്ണിൽ ഉമ്മനച്ചൻ്റെ മനോഹരമായ ഒരു ആർട്ടിക്കിളുണ്ട്. ആ കലമണ്ണിൽ ഉമ്മനച്ചൻ്റെ ഈ മനോഹരമായ ആർട്ടിക്കിളിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്, സൺഡേ സ്കൂളിനെ കുറിച്ച് പറയുന്നതാണ്. ആ സൺഡേ സ്കൂളിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളിനകത്ത് സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: എന്തുകൊണ്ടാണ് മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ പ്രധാനമായും സ്കൂളുകളും സൺഡേ സ്കൂളുകളും കൺവെൻഷനുകളും ആരംഭിച്ചത്? സ്കൂളുകളും സൺഡേ സ്കൂളുകളും കൺവെൻഷനുകളും ആരംഭിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനം എഴുതപ്പെട്ടിരിക്കുന്ന ഭാഷയിൽ ദൈവജനം വായിച്ച് അറിഞ്ഞ് പരിശോധന ചെയ്ത് സൂക്ഷ്മതയോടുകൂടെ ദൈവവചനത്തെ സ്വന്തം ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് കലമണ്ണിൽ ഉമ്മനച്ചൻ പറഞ്ഞതാണ്. ഇവിടെ സ്കൂളുകൾ തുടങ്ങിയത് അക്ഷരാഭ്യാസം ലഭിക്കുന്നതിലൂടെ ക്ഷരമല്ലാത്ത ദൈവം തമ്പുരാനെ ദൈവം നൽകിയിരിക്കുന്ന ദൈവവചനത്തിലൂടെ വായിച്ച് അറിഞ്ഞ് ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ ഈ വചന കൂടാരത്തിൽ നിന്ന് നാം 3 ദിവസത്തെ പ്രസംഗം കഴിഞ്ഞ് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ലഭിക്കുന്ന ദൈവവചനം ദൈവവചനാനുസൃതമാണോ എന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് കതിരും പതിരും തിരിക്കുവാനുള്ള ഉത്തരവാദിത്വവും ദൈവജനത്തിനുണ്ട് എന്ന് ദൈവവചനം നമ്മളെ സൂക്ഷ്മമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കേൾക്കുന്നതിനെ എല്ലാം സ്വാംശീകരിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പറയുന്നതിനെ എല്ലാം സ്വാംശീകരിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവവചനത്തിനനുസൃതമായി എല്ലാം നഷ്ടപ്പെട്ടാലും ജീവിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്നതാണ്. അതുകൊണ്ടാണ് 1889 കോടതി വ്യവഹാരമനുസരിച്ച് നമ്മുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ തോമസ് മാർ അഥനേഷ്യസ് തിരുമേനിയെ നമ്മുടെ പഴയ സെമിനാരിയിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ അവിടെ നിന്ന് അഭിമന്യ തിരുമേനി ചങ്കുപൊട്ടി തുറന്ന വേദപുസ്തകവുമായിട്ട് ഇറങ്ങിയ സഭയാണ് ഈ സഭ. ആ തുറന്ന വേദപുസ്തകം ദൈവജനം മനസ്സിലാക്കി സൂക്ഷ്മതയോടുകൂടെ നിരീക്ഷിച്ച് അത് മനസ്സിലാക്കി സ്വന്തം ഭവനങ്ങളിൽ പഠിച്ച് വളരണമെന്ന് ആഗ്രഹിച്ചു വന്ന തിരുമേനി പാർത്ത സ്ഥലമാണ് നമ്മൾ നിൽക്കുന്ന ഈ സിയോൻ കുന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
അങ്ങനെങ്കിൽ സിയോൻ കുന്നെന്ന് പറയുന്നത് നമ്മെ ദൈവവചനത്തിലേക്ക് ആഴമായിട്ട് ഒരുക്കിയ സ്ഥലമാണ്. നമ്മുടെ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ നമ്മളെ പ്രേരിപ്പിച്ച സ്ഥലമാണ്. നമ്മൾ കേൾക്കുന്നതിൻ്റെ പുറകെ പോകുവാനായിട്ടല്ല, കാണുന്നതിന് പുറകെ പോകുന്നതിനായിട്ടല്ല, മറിച്ച് ദൈവവചനത്തെ സൂക്ഷ്മതയോടുകൂടെ അപഗ്രഥിച്ചിട്ട് ദൈവവചനത്തിനനുസരിച്ച് മനസ്സിലാക്കി ജീവിപ്പാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഇവിടേക്ക് കൊണ്ടുവന്നതാണ് നമ്മളെ ഓരോരുത്തരെയും. അതുകൊണ്ട് തോമസ് തിരുമേനി ഇവിടെ വന്നപ്പോൾ പുകടിയിലെ കുടുംബം 1 രൂപയ്ക്ക് എഴുതി കൊടുത്ത സ്ഥലത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വസ്തു ഇന്ന് 10.5 ഏക്കർ ഭൂമിയുണ്ട്. ഈ 10.5 ഏക്കർ ഭൂമി ഇവിടെയുള്ള മാർത്തോമ്മക്കാർ ദാനം ചെയ്തു കൊടുത്ത സ്ഥലമാണ്. എനിക്ക് പ്രധാനമായിട്ടും പുകടിയിൽ കുടുംബം കൊടുത്ത സ്ഥലമാണ്. അങ്ങനെങ്കിൽ ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിന്റെ പങ്കാളിയായി തീരുന്നതിന് വേണ്ടി ദൈവജനം ഒരുക്കി കൊടുത്ത സ്ഥലമാണിത്. അങ്ങനെങ്കിൽ ഈ വേദഭാഗത്തിന്റെ വെളിച്ചത്തിൽ ചില ചിന്തകൾ കൂടെ പങ്കുവെച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. പൗലസിന്റെയും ശീലാസിന്റെയും പേര് മാത്രമേ നമ്മൾ തെസലോനിക്കയിലും ബെരോവയിലും കേൾക്കുന്നുള്ളൂ. പിന്നെ കേൾക്കുന്നത് ഒരാളോടുണ്ട്, തിമത്യോസിന്റെ പേരൂടെ കേൾക്കുന്നുണ്ട്. അതല്ലാതെ വേറെ ആരുടെ പേരും ഇവിടെ കേൾക്കുന്നില്ല. പക്ഷെങ്കിൽ പൗലസിനെയും ശീലാസിനെയും ശരീരക്ഷതമേൽക്കാതെ വിടുവിക്കുന്നതിന് വേണ്ടി മരണപര്യന്തം കഷ്ടപ്പെട്ട ഒരു സമൂഹം തെസലോനിക്കയിലും ബെരോവയിലുമുണ്ട്. അവരും ശിഷ്യന്മാരാണ്. അങ്ങനെങ്കിൽ അവരുടെ പേര് നമ്മൾ വായിച്ചു നോക്കിയാൽ, കൺവെൻഷൻ പ്രസംഗിക്കുന്ന ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ പുതിയ നിയമ അധ്യാപകൻ ഇവിടെ ഇരിപ്പുണ്ട്. യാസോൻ എന്നൂടെ പറയുന്ന ഒരാളല്ലാതെ വേറൊരാളുടെ പേരുകളൊന്നും നമ്മൾ അവിടെ കാണുന്നില്ല. എന്നാൽ അവരെ ജയിലിൽ അടയ്ക്കുന്നതിനും അവർക്ക് ദേഹോപദ്രവം ഏൽക്കാതിരിക്കുന്നതിനും അവർക്ക് ഉപദ്രവം ഏൽക്കാതിരിക്കുന്നതിനും സഹായിച്ച ഒരു ദൈവജനം കർത്താവിൻ്റെ ശിഷ്യഗണമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദിമസഭ എന്ന് പറയുന്നത് ശിഷ്യഗണത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു എന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കോട്ടയത്തുള്ള ദൈവജനത്തിന്റെ ഇനിഷ്യേറ്റീവിൽ തോമസ് മാർ അഥനേഷ്യസ് തിരുമേനിയെ ഇവിടെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ, ഒരു മനുഷ്യര് പോലും തൊടാതെ അപ്പോസ്തോലത്വത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ മലമുകളിൽ കിടക്കുന്ന, ഈ മലമുകളിൽ ഇരുത്തിയ ഈ സ്ഥലത്ത് സെമിനാരി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ മക്കളും ദൈവവചനം വായിക്കുന്നതിന് വേണ്ടി പാഠശാല തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് 1895 പള്ളിക്കൂടം തുടങ്ങിയ സ്ഥലമാണ് ഈ സ്ഥലം. അതുകൊണ്ട് നവീകരണ ആശയക്കാരെന്നുള്ള നിലയിൽ മാർത്തോമക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിന്റെ കൊതിയിൽ, ദൈവവചനത്തിന്റെ വ്യാഖ്യാനത്തിൽ, ദൈവവചനത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിൽ, ദൈവവചനം നിരീക്ഷിച്ചിട്ട് ആ നിരീക്ഷണം ദൈവവചനാനുസൃതമാണോ എന്ന് നോക്കിയിട്ട് കതിരും പതിരും തിരിക്കുവാൻ കരുത്തും പക്വതയും ദൈവകൃപയുമുള്ള ഒരു ദൈവജനമാണ് എന്ന് ഒരിക്കലും നമ്മൾ വിസ്മരിച്ചു പോകരുത്. അത് ഈ ഭാഗം നമ്മളെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സമയത്തിൻ്റെ പരിമിതികളുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചത് ദ പേർപ്പസ് ഓഫ് കൺവെൻഷൻ ഇസ് ദ ഫോർമേഷൻ ഓഫ് ഡിസൈപ്പിൾസ്. രണ്ടാമത് ഞാൻ പറയാൻ ശ്രമിച്ചത് ദ പേർപ്പസ് ഓഫ് എവറി കൺവെൻഷൻ ഈസ് ടു ഡീപ്പൻ അവർ ഫെയ്ത്ത് and deepen our faith in the Holy Scripture. The purpose of the convention is to create a critical mind to analyze whether നമ്മുടെ മനസ്സിലൊരു വിമർശനാത്മക അനുഭവത്തിൽ നോക്കിയിട്ട് ദൈവവചനത്തിനകത്ത് കേൾക്കുന്നതും ദൈവവചനവും തമ്മിൽ എന്തെങ്കിലും വ്യത്യസ്തതകളുണ്ടോ എന്ന് മനസ്സിലാക്കി ദൈവവചനത്തിൻ്റെ പുറകെ പോകുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. ഈ ഭാഗത്ത് രണ്ടാമത്തെ ദർശനത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടെ ബെരോവയിലെ സഭയും തെസലോനിക്കയിലെ സഭയിലും അറിയപ്പെടുന്ന സുവിശേഷകരെന്ന് പറയുന്നത് 3 ആളുകളെ ഉള്ളൂ. ആരൊക്കെയാണെന്നറിയാമോ? 1 ഞാൻ പറഞ്ഞല്ലോ, പൗലുസ്, 2 ശീലാസ്, 3 യാസോന്. ഇത് 3 മാത്രമേ ഉള്ളൂ. ബെരോവയിലെ സഭയിൽ വരുമ്പോൾ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് 3 പേരെ ഉള്ളൂ. പൗലുസ്, ശീലാസ്, തിമത്യോസ്. വേറെ ആരുടെയും പേരില്ല.
പക്ഷേ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരുപറ്റം ആളുകൾ അവിടെയുണ്ട്. അങ്ങനെങ്കിൽ വേദപുസ്തകത്തിനകത്ത് 2 തരം സുവിശേഷകരെ ദൈവം തമ്പുരാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, പേരുള്ള സുവിശേഷകന്മാരും പേരില്ലാത്ത സുവിശേഷകന്മാരും. നോൺ ഇവാഞ്ചലിസ്റ്റ് ആൻഡ് അൺനോൺ ഇവാഞ്ചലിസ്റ്റ്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ കർത്താവ് 12 ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിടുന്നുണ്ട്. ആ 12 പേരുടെയും പേര് ഇന്നദാവിദ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വിടുന്ന 12 അപ്പോസ്തലന്മാരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ചരിത്രത്തിൽ ഉടനീളം രേഖപ്പെടുത്തുന്നിടത്ത് ഈ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദേ ആർ ദ നോൺ ഇവാഞ്ചലിസ്റ്റ്. പക്ഷെങ്കിൽ വേറെ 10-ാം അധ്യായത്തിൽ വേറെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അനന്തരം അവൻ എത്ര പേരെ അയച്ചു? 70 പേരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു. വേദപുസ്തകത്തിനകത്ത് ഒറ്റയൊരിടത്ത് പോലും ഈ 70 പേരുടെ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞ എന്നിട്ട് നമ്മൾ സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ 9-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും അറിയപ്പെടുന്ന സുവിശേഷകരുടെ സുവിശേഷ വേലയെക്കുറിച്ചും അറിയപ്പെടാത്ത സുവിശേഷകരുടെ സുവിശേഷ വേലയെക്കുറിച്ചും പറയുന്നിടത്ത് 2ഇടത്തും പറയുന്ന വാക്യങ്ങൾ ഒന്ന് തന്നെയാണ്. അനന്തരം അവൻ 12 വരെ അയച്ചു എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, അനന്തരം അവൻ 70 പേരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കുന്നുണ്ട്. അങ്ങനെങ്കിൽ അറിയപ്പെടുന്ന സുവിശേഷകരുടെയും അറിയപ്പെടാത്ത സുവിശേഷകരുടെയും ഒരേ ഉത്തരവാദിത്വമാണുള്ളത്. അത് കർത്താവിൻ്റെ തിരുസഭ കെട്ടുപണിയുക എന്നുള്ളതാണ്. അറിയപ്പെടുന്ന സുവിശേഷകരുടെയും അറിയപ്പെടാത്ത സുവിശേഷകരുടെയും കടമയെന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുസഭ കെട്ടുപണി ചെയ്യുക എന്നുള്ളതാണ്. ബെരോവയിലെ അറിയപ്പെടുന്ന സുവിശേഷകരും അറിയപ്പെടാത്ത സുവിശേഷകരും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അറിയപ്പെടാത്ത സുവിശേഷകരാണ് കഷ്ടം അനുഭവിച്ചത് കൂടുതലെന്ന് കാണാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്നവരെ, അവർ ഉറക്കളച്ചിരുന്ന അവർ ഈ പൗലുസിനെയും ശിലാസിനെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെങ്കിൽ ഇന്ന് ഈ മലമുകളിൽ നിന്ന് ദൈവം തമ്പുരാൻ നമ്മളെ താഴ്വാരങ്ങളിലേക്ക് വിടുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് അറിയപ്പെടാത്ത സുവിശേഷകനായി തീരുവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. നമുക്കറിയാം, മെത്രാച്ചനും അച്ഛന്മാരും ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛന്മാരുടെയും മെത്രാച്ചന്മാരുടെയും പേരുകൾ അറിയും, പക്ഷെ അറിയപ്പെടാത്ത സുവിശേഷകർ ആണ് ദൈവത്തിൻ്റെ സഭയെ കെട്ടുപണി ചെയ്യുന്നത്. അതുകൊണ്ട് അറിയപ്പെടുന്ന സുവിശേഷകരും അറിയപ്പെടാത്ത സുവിശേഷകരും കൂടെ ഒരുമിച്ച് സഭയെ കെട്ടുപണി ചെയ്യുമ്പോൾ അവിടെയാണ് സഭയുടെ നന്മയിരിക്കുന്നത്. ഈ ഈശോ മാത്യു അച്ഛന് അറിയാവുന്നൊരു, ഈശോ മാത്യു അച്ഛൻ അറിയാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭാപിതാവായിരുന്നു വിശുദ്ധ ഇഗ്നാത്യോസ്. വിശുദ്ധ ഇഗ്നാത്യോസിനെ എഫെസോസിലെ സഭ 1.5 വർഷം എഫെസോസിൽ പാർപ്പിച്ചു. അതായത് ക്രിസ്തുമതം പീഡനം നേരിട്ടപ്പോൾ വിശുദ്ധ ഇഗ്നാത്യോസ്, അവരുടെ ബിഷപ്പായിരിക്കുന്ന വിശുദ്ധ ഇഗ്നാത്യോസ് പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി റോമൻ ഗവൺമെന്റിന്റെ അധികാരഘടനകൾക്ക് ഈ വിശുദ്ധ ഇഗ്നാത്യോസിനെ 1.5 വർഷം തൊടാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അറിയപ്പെടാത്ത സുവിശേഷകർ വിശുദ്ധ ഇഗ്നാത്യോസിനെ 1.5 വർഷം ഈ എഫെസോസിലെ സഭയിൽ പാർപ്പിച്ചു. എഫെസോസിലെ സഭയിൽ പാർപ്പിച്ചതിന് ശേഷം വിശുദ്ധനായ ഇഗ്നാത്യോസ് പറഞ്ഞു, ഇനി എനിക്ക് ഇങ്ങനെ മരണം കൈവരിക്കാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് വിശുദ്ധ ഇഗ്നാത്യോസ് മരണം കൈവരിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ ഇഗ്നാത്യോസ് അവിടെ നിന്ന് നേരെ റോമിലോട്ട് പോകുന്നത്. റോമിൽ ചെന്ന് റോമിലെ ആംബി തിയേറ്ററിൽ ഒരു മൃഗത്തിൻ്റെ മുൻപിൽ ഇട്ടുകൊടുത്ത് ഈ വിശുദ്ധ ഇഗ്നാത്യോസ് രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ വിശുദ്ധ ഇഗ്നാത്യോസിൻ്റെ പേര് അറിയാം, പക്ഷെങ്കിൽ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച അനേക സഭാമക്കളുള്ള ഒരു സഭയുടെ പൈതൃകത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഓരോ കൺവെൻഷൻ കഴിയുമ്പോഴും അറിയപ്പെടുന്ന സുവിശേഷകർ കൂടുതൽ അറിയപ്പെടുവാനായി ത്വര കാണിക്കുന്നതിന് വേണ്ടിയുമല്ല, അറിയപ്പെടാത്ത സുവിശേഷകർ അറിയപ്പെടുന്ന സുവിശേഷകരെ ഓർത്ത് അസൂയപ്പെടുവാനുമല്ല, മറിച്ച് അറിയപ്പെടുന്ന സുവിശേഷകരും അറിയപ്പെടാത്ത സുവിശേഷകരും കൂടെ ഒരുമിച്ച് ചേർന്ന് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ പങ്കുകാരായി തീരുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മളെ വിളിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ ഈ സിയോൻ കുന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം
ദൈവത്തോടുകൂടെ ചേർന്ന്, കർത്താവിനോടുകൂടെ ചേർന്ന് തുറന്ന വേദപുസ്തകവുമായി സഞ്ചരിക്കുവാൻ ഈ സഭയെ ഒരുക്കിയ, ഈ സഭയെ പ്രേരിപ്പിച്ച ദൈവജനത്തിൻ്റെ ഇടമാണ്. ആ സ്ഥലത്താണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവിടെ കൂടി വന്നിരിക്കുന്നത് എന്നുള്ള പൂർണ്ണ ഉറപ്പ് നമുക്കുണ്ട്. തോമസ് അപ്പസ്തോലൻ ഇവിടെ വന്ന് കഷ്ടമനുഭവിച്ചത് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തോമസ് മാർ അത്തനേഷ്യസ് തിരുമേനി കഷ്ടമനുഭവിച്ചതാണ്. ആദിമ പിതാക്കന്മാർ കഷ്ടമനുഭവിച്ചതാണ്. ഇവിടെ നിന്ന് തുറന്ന വേദപുസ്തകവുമായിട്ടാണ് നമ്മുടെ കൺവെൻഷനുകൾ അങ്ങോട്ട് തുടങ്ങുന്നത്. 1860 മുതൽ കൺവെൻഷനുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും 1893 ശേഷം കൺവെൻഷനുകൾ അതിൻ്റെ പുതിയൊരു പന്ഥാവിലേക്ക് മാറുകയാണ്. തുറന്ന വേദപുസ്തകം നമുക്ക് മതി, കർത്താവിനോടുകൂടെ ചേർന്ന് മാത്രം നമുക്ക് സഞ്ചരിച്ചാൽ മതി എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ നമ്മൾ പോവുകയാണ്. അവിടെയാണ് അറിയപ്പെടുന്ന സുവിശേഷകരും അറിയപ്പെടാത്ത സുവിശേഷകരും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് ദൈവരാജ്യം കെട്ടുപണി ചെയ്യുവാൻ എങ്ങനെ ദൈവം തമ്പുരാൻ നമ്മളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തുറന്ന വേദപുസ്തകവുമായി ക്രിസ്തുവിനോടുകൂടെ അറിയപ്പെടാത്ത മേഖലകളിലേക്ക് സഞ്ചരിക്കുക. തുറന്ന വേദപുസ്തകവുമായി അറിയപ്പെടാത്ത മേഖലകളിലേക്ക് ക്രിസ്തുവിനോടുകൂടെ സഞ്ചരിക്കുക. തോമസ് മാർ അത്തനേഷ്യസ് തിരുമേനി ഒരിക്കൽ പോലും മാർത്തോമ സഭ ഇങ്ങനെ ആയിത്തീരുമെന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം അത്രമാത്രം കഠിനമായ ജീവിതാനുഭവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഞാനവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് ബെരോവയിലുള്ളവർ വളരെ തീവ്രതയോടുകൂടെ, ജാഗ്രതയോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തെ സൂക്ഷ്മതയോടുകൂടെ അവർ കേട്ടിട്ട് അവർ ദൈവവചനം ഒന്ന് തുറന്നു നോക്കി, അത് തന്നെയോ എന്ന് ഉറപ്പുവരുത്തി. അതുകൊണ്ട് നമുക്കും ഈ ഉറപ്പുവരുത്തലിൻ്റെ മുൻപോട്ട് പോകണം എന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. ഞാൻ മുൻപോട്ട് പോകട്ടെ. ഈ സുവിശേഷകർ അവരുടെ ജീവിതത്തിലുണ്ടായ അവരുടെ ചില ആശ്രയ സങ്കേതങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിനെ ഇന്ന് പരിമിതപ്പെടുത്താം. എൻ്റെ മുമ്പിലുള്ള സമയം ഇനി 15 മിനിറ്റ് കൂടെ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ മുമ്പിലുള്ള സമയത്തിനുള്ളിൽ തന്നെ ഞാൻ നിർത്തും. ഇവരുടെ ആശ്രയ സങ്കേതം എന്തായിരുന്നു? 3 ചിന്തകൾ മാത്രം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ അറിയപ്പെടുന്ന സുവിശേഷകന്റെയും അറിയപ്പെടാത്ത സുവിശേഷകരുടെയും ശക്തി സ്രോതസ് എന്തായിരുന്നു? അറിയപ്പെടുന്ന സുവിശേഷകരുടെയും അറിയപ്പെടാത്ത സുവിശേഷകരുടെയും ശക്തി സ്രോതസ് എന്തായിരുന്നു? 2, അറിയപ്പെടുന്ന സുവിശേഷകരുടെയും അറിയപ്പെടാത്ത സുവിശേഷകരുടെയും സന്ദേശം എന്തായിരുന്നു? 3, അറിയപ്പെടുന്ന സുവിശേഷകരുടെയും അറിയപ്പെടാത്ത സുവിശേഷകരുടെയും സന്തോഷം എന്തായിരുന്നു? ഇത് 3 വളരെ ലഘുവായി ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1, അവരുടെ ശക്തി സ്രോതസ് എന്തായിരുന്നു? അവരുടെ ശക്തി സ്രോതസ്? ദൈവവചനം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. മുമ്പിൽ പണമില്ല, മുൻപിൽ ആൾ സ്വാധീനമില്ല. ആകെയുള്ളത് ഇവിടെ കോട്ടയത്തുള്ള കുറച്ച് നമ്മുടെ പള്ളിയിലെ ആളുകളാണ് തിരുമേനിയോട് കൂടെ ഒന്നുണ്ടായിരുന്നത്. കൈതയിൽ ഗീവർഗീസ് മൽപ്പാൻ, താഴത്തച്ഛൻ, പിന്നെ നമുക്കറിയാം നമ്മുടെ തോമസ് തിരുമേനി, എബ്രഹാം മൽപ്പാനൊക്കെ നവീകരണ വിഭാഗവുമായിട്ടും മാരാമണേറിയയിലുണ്ട്. കോട്ടയം പ്രദേശത്ത് ഈ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ മുമ്പിൽ വേറൊന്നുമില്ല. പള്ളിയില്ല, സ്ഥലമില്ല, യാതൊന്നുമില്ല. ആകെ ഉള്ളത് ഈ സ്ഥലം കൊടുത്തത് മാത്രമാണ്. അതുകൊണ്ട് ഇത് ചരിത്ര സ്ഥലമാണിത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവർക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ. അവരുടെ ശക്തി, അവരുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ള ശക്തി മാത്രമാണ്. ഇവിടെ മരിച്ചുപോയാൽ, ഒരുത്തർ ഞങ്ങളെ ഉപദ്രവിച്ച് കൊന്നാൽ, ഞങ്ങളുടെ പേര് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളൊരു ശക്തി മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർ എല്ലാം കളഞ്ഞ് ഈ സ്ഥലത്തേക്ക് വന്നത്. 2, അവരുടെ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ NM മാത്യു സാറിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്. NM മാത്യു സാറിൻ്റെ പുസ്തകത്തിനകത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, തോമസ് തിരുമേനി ഈ സ്ഥലത്ത് മുട്ടുകുത്തി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച സ്ഥലമാണ്. അവരുടെ ശക്തി സ്രോതസ് പ്രാർത്ഥനയുടെ ശക്തി മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അവരുടെ ശക്തി സ്രോതസ് പ്രാർത്ഥനയുടെ ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
അങ്ങനെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഇനി ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ശക്തി സ്രോതസ് ഒന്ന്, സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ള ശക്തി സ്രോതസ്സായിരിക്കണം. 2, നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി സ്രോതസ്സായിരിക്കണം. 3, ഈ പൗലുസിൻ്റെയും ശിലാസിൻ്റെയും കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. നമ്മുടെ പണ്ടത്തെ ഭാഷയ്ക്കനുസരിച്ച് പറഞ്ഞാൽ ഒരു കിഴുത്തക്കാലണ പോലുമില്ല, ഒരു പൈസ പോലുമില്ല. പക്ഷെങ്കിൽ ഈ ദൈവജനം കൂടുണ്ട്, ദൈവജനം കൂടുണ്ട്. തോമസ് തിരുമേനി പോരുമ്പോൾ കിഴുത്തക്കാലണ കയ്യിലില്ല. പക്ഷെങ്കിൽ ഈ ദൈവജനം മുഴുവൻ തിരുമേനിയോട് കൂടെ ഉണ്ടായിരുന്നു, തിരുമേനിയോട് കൂടെ ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവർ നിൽക്കുകയാണ്. അങ്ങനെങ്കിൽ ദൈവം ഉള്ളിൽ നിന്ന് വിളിച്ച ആ വിളി കേട്ട് ഇറങ്ങിപ്പുറപ്പെട്ട മലങ്കര മാർത്തോമ സുറിയാനി സഭയ്ക്ക് ശക്തി സ്രോതസ് എന്ന് പറയുന്നത് ഈ 3 സ്രോതസ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. 1, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. 2, നമ്മുടെ ശക്തി സ്രോതസ് പ്രാർത്ഥനയുടെ ശക്തി സ്രോതസ്സാണെന്നുള്ള ഓർമ്മ നമുക്ക് വേണം. 3, നമ്മുടെ ശക്തി സ്രോതസ് ബാങ്ക് ബാലൻസിലല്ല, നമ്മുടെ ശക്തി സ്രോതസ് റേറ്റിംഗിലല്ല, നമ്മുടെ ശക്തി സ്രോതസ് നമ്മുടെ മറ്റ് ബാഹ്യ പ്രകടനങ്ങളിലല്ല. നമ്മുടെ ശക്തി സ്രോതസ് നമ്മുടെ ഉള്ളിൽ ദൈവം തമ്പുരാന്റെ ആത്മാവുണ്ടെന്നുള്ള ശക്തി സ്രോതസ്സാണ്. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്ന് പിറകിൽ നിന്ന് നിങ്ങളൊരു ശബ്ദം കേൾക്കും, അതിൽ നടന്നുകൊള്ളുവീൻ. അങ്ങനെയാണ് തോമസ് തിരുമേനി കൂടെയുള്ളവരും കൂടെ ഈ സ്ഥലത്തോട്ട് വന്നത്. അതുകൊണ്ട് ഈ താഴ്വാരത്തിൽ നിന്ന്, ഈ മലമുകളിൽ നിന്ന് നമ്മളിനി താഴ്വാരത്തിലേക്ക് പോകുമ്പോൾ ഈ ശക്തി സ്രോതസ്സിൽ സഞ്ചരിക്കണം. എന്തിനാ ഈ സെമിനാരിയിൽ നിന്നിറങ്ങിയത്? എന്തിനാണ് പൗലുസും ശീലാസും തെസലോനിക്കയിൽ നിന്ന് ബെരോവയിലേക്കും തുടർന്ന് അഥേനയിലേക്കും തുടർന്ന് യൂറോപ്പിന്റെ ഭാഗങ്ങളിലേക്കും പോയി സുവിശേഷം അറിയിച്ചത്? എന്തിനാണ് അബ്രഹാം ഹാരാനിൽ നിന്ന് കനാനിലേക്ക് യാത്ര പുറപ്പെട്ടത്? എന്തിനാണ് മലങ്കര മാർത്തോമ സുറിയാനി സഭയിലെ ഓരോ ദൈവജനവും ഈ സിയോൻ മലമുകളിലേക്ക് 4 ദിവസം ഒരുമിച്ച് കൂടിയത്? അതെന്തിനാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. നമ്മുടെ ഉള്ളിൽ ദൈവം നമ്പുരാൻ നമ്മളെ അറിയപ്പെടുന്ന സുവിശേഷകരായും അറിയപ്പെടാത്ത സുവിശേഷകരായും വിളിച്ച ദൈവവിളിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ്. ദൈവം തമ്പുരാന്റെ വിളിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ്. ദൈവം തമ്പുരാന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അല്ലാതെ വേറൊരു കാര്യവുമല്ല. നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ അവിടോട്ട് നീ പോയാൽ നിനക്ക് എന്തോ കിട്ടും? ബാങ്ക് ബാലൻസ് കിട്ടുമെന്നൊന്നും പറഞ്ഞില്ല. നിന്റെ മകൻ IAS ഓഫീസർ ആകുമെന്നും പറഞ്ഞില്ല. അവിടെ പറഞ്ഞത് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാനാ പറഞ്ഞത്. നീ നിന്റെ ചാർച്ചക്കാരെ വിടണം, നിന്റെ പിതൃഭവനത്തെ വിടണം, എന്നിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ ദൈവം തമ്പുരാൻ വിളിക്കുന്നത് വലിയൊരു അനിശ്ചിതത്വത്തിലേക്കുള്ള വിളിയാണ്, ഒരു വലിയ കഠിനതയിലേക്കുള്ള വിളിയാണ്. തോമസ് തിരുമേനി ഇങ്ങോട്ട് വരികയാണ്. തോമസ് തിരുമേനി ഇവിടെ വന്ന് 3 വർഷം പാർത്തു. 3 വർഷം പാർത്തു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ ചങ്കുപൊട്ടി മരിച്ചുപോയി. മാർത്തോമാക്കാരി ചരിത്രമൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മാർത്തോമ സഭയുടെ ആദ്യത്തെ നമുക്കറിയാം കഷ്ടത അനുഭവിച്ച തോമസ് മാർ അഥനേഷ്യസ് തിരുമേനി ചങ്കുപൊട്ടി മരിച്ചു. കാരണം തൻ്റെ ജനത്തെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള ധാരണ ലോകപ്രകാരം ചിന്തിച്ചിട്ട് കിട്ടുന്നില്ല. ചങ്കുപൊട്ടി മരിച്ചു. ചങ്കുപൊട്ടി മരിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു ഈ സഭ അതോടുകൂടെ കെട്ടണങ്ങുമെന്ന് വിചാരിച്ചു. LW ബ്രൗൺ എന്ന് പറയുന്ന ഒരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ ഈശോ മാത്യുവച്ചനൊക്കെ നല്ലപോലെ അറിയാം. LW ബ്രൗൺ പറയുന്നത് അന്ന് ഈ സഭ എന്നേക്കുമായി ആഴക്കടലിലേക്ക് മുങ്ങിത്താഴേണ്ടുന്ന സഭയായിരുന്നു. എന്നേക്കും ആഴക്കടലിലേക്ക് മുങ്ങിത്താഴേണ്ടുന്ന സഭയായിരുന്നു. ഈ സഭയിലെ വൈദികരും അച്ഛന്മാരും ഈ സഭയിലെ അറിയപ്പെടാത്ത സുവിശേഷകരും ഒരുമിച്ച് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് ആരെ വിടുക എന്നറിയാമോ? നമ്മുടെ താഴത്തച്ഛനെയും കൂട്ടരെയും കൂടെ 500 വിടുകയാണ്. 500 വിട്ടിട്ട്, 500 എന്ന് പറയുന്നത് കുന്നംകുളത്തോട്ട് വിടുകയാണ്, തോഴിയൂരോട്ട് വിടുകയാണ്. അങ്ങനെ തോഴിയൂരോട്ട് വിട്ടിട്ട് അവിടെ നിന്നുള്ള 2 മെത്രാച്ചന്മാർ, ജോസഫ് മാർ കൂറിലോസ് തിരുമേനിയും മറ്റേ അഥനേഷ്യസ് തിരുമേനിയോടും പറയുന്നു ഞങ്ങളെ വന്നൊന്ന് സഹായിക്കണമെന്ന് പറയുന്നു. ഞങ്ങളെ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് അവരിവിടെ കൊണ്ടിരുന്നു.
അവരിവിടെ കൊണ്ടുവരുമ്പോൾ സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മുടെ കണ്ണുനീരിൻ്റെ ശബ്ദം, കണ്ണുനീരിൻ്റെ പുളിപ്പ് നമ്മളറിയുകയും കണ്ണുനീര് ദൈവം തമ്പുരാൻ്റെ സന്നിധിയിൽ എത്തുകയും എന്നതാണ് മാർത്തോമ സഭയുടെ അടിസ്ഥാനപരമായ ശക്തി സ്രോതസ് എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലുള്ള ആഴമായ കൊതി. 2, പ്രാർത്ഥനയിലുള്ള വലിയ ശക്തി. പ്രാർത്ഥനയിലുള്ള വലിയ ശക്തി എന്ന് പറഞ്ഞാൽ അവിടെയാണ് പൊസഷൻ ഓഫ് നത്തിങ്ങിനകത്ത്, അല്ലെങ്കിൽ പൊസസിങ് നത്തിങ്, ഒന്നുമില്ലായ്മയുടെ ഒരു ശക്തി അറിയും. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ആശ്രയിക്കും. പക്ഷെ നമുക്കൊന്നുമില്ലാതെ വരുമ്പോൾ നമ്മൾ ആരിൽ മാത്രം ആശ്രയിക്കും? ദൈവം തമ്പുരാനിൽ മാത്രം ആശ്രയിക്കും. അതുകൊണ്ട് ഈ മലമുകളിൽ നിന്ന് പോകുമ്പോൾ ഒരു കൊച്ചുമെത്രാച്ചൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ലോകത്തിൽ ഒന്നുമില്ല. നമുക്കുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശാശ്വത ഭുജങ്ങൾ കീഴെ ഉണ്ടെന്നുള്ള ഉറപ്പ് മാത്രമാണ്. ശാശ്വത ഭുജങ്ങൾ കീഴെ ഉണ്ടെന്നുള്ള ഉറപ്പ് മാത്രമാണ്. അതിൽ നമുക്ക് ശരണപ്പെട്ട് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം. ഞാൻ ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരല്പം ഉറക്കത്തിൻ്റെ ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആരും ഉറങ്ങുന്നില്ലെന്ന് നോക്കിയിരിക്കുകയാണ്. നിങ്ങളോടുള്ള പ്രത്യേകമായ അതിനുള്ള കടപ്പാട് ഞാൻ അറിയിക്കുന്നു. സമയപരിമിതി ഉണ്ടല്ലോ, എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. ദൈവത്തിൽ മാത്രം ശരണപ്പെടുന്ന ഒരു സഭയാണ് നമ്മുടേത്. ആ സഭയായി തന്നെ നമ്മളെല്ലാ കാലവും തുടരണം. അതുകൊണ്ട് തോമസ് അപ്പോസ്തലൻ ഇവിടെ വന്ന് തൻ്റെ ശുശ്രൂഷ തുടങ്ങിയതിൻ്റെ പരിണിത ഫലം അപ്പോസ്തോലിക പൈതൃകത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് മലങ്കര മാർത്തോമ സുറിയാനി സഭയെ ഒരുക്കിയതാണ് എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ. അങ്ങനെയെങ്കിൽ 3 കാര്യമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. 1, പ്രാർത്ഥനയുടെ ശക്തി, ഒന്നുമില്ലായ്മയുടെ ശക്തി, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ശക്തി. ഈ ശക്തി സ്രോതസ്സിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയണം. ഞാൻ ഇല്ലസ്ട്രേഷൻസ് പറയുന്നില്ല, സമയപരിമിതി ഉള്ളതുകൊണ്ട്. എന്നെ കേൾക്കുന്നവരെ, അങ്ങനെയെങ്കിൽ നമുക്കൊരു പ്രഖ്യാപനമുണ്ട്, സന്ദേശമുണ്ട്. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദിസ് നോൺ ഇവാഞ്ചലിസ്റ്റ് ആൻഡ് അൺനോൺ ഇവാഞ്ചലിസ്റ്റ്? അറിയപ്പെടുന്ന സുവിശേഷകരുടെയും അറിയപ്പെടാത്ത സുവിശേഷകരുടെയും സന്ദേശം എന്താണ്? സന്ദേശം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവ് എന്തോ പറയുന്നറിയാമോ? 1, നിങ്ങൾ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകരുത്. നിങ്ങൾ പോകുമ്പോൾ എങ്ങനെ പോകരുത്? ഒറ്റയ്ക്ക് പോകരുത്. എങ്ങനെ പോകണം? നിങ്ങൾ പോകുമ്പോൾ ഈരണ്ടായിട്ട് പോകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ പോകണം, നിങ്ങൾ ഫെലോഷിപ്പിൽ പോകണം, നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യണം. തകർന്നു പോകുന്നിടത്ത് താങ്ങായി നിൽക്കുവാൻ നമുക്ക് കഴിയണം. അതായത് പൗലോസ് തകർന്നു പോകുവാൻ സാധ്യതയുള്ള അനുഭവത്തിൽ ശീലാസിന് ഒരു താങ്ങായി കൊടുക്കുവാൻ കഴിയണം. തകർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ താങ്ങായി നിൽക്കുന്ന ദൈവം തമ്പുരാൻ നമ്മളോട് കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഏത് ക്ഷാമവും വന്നോട്ടെ, ഏത് കഷ്ടതയും വന്നോട്ടെ, ഏത് കഠിനതകളും വന്നോട്ടെ, ഭാവി ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് കണ്ട് പരസ്പരം കരുതുന്ന ഒരു കരുതൽ സമൂഹമായിട്ട് പോകുവാൻ ദൈവം തമ്പുരാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതാണ് അഭിമന്യ തിരുമേനി 1-ാമത്തെ ദിവസം സൂചിപ്പിച്ചത് എന്ന് പ്രാർത്ഥനയിലൂടെ എനിക്ക് മനസ്സിലായി. അതെന്താണെന്നറിയാമോ? അവിടെ സൂചിപ്പിച്ചത്, നമ്മൾ താഴ്വാരങ്ങളിലേക്ക് പോകുമ്പോൾ അവരൻ്റെ കൂട്ടുകാരനായിട്ട് തീരുവാൻ നമുക്ക് കഴിയണം. അവരൻ്റെ കാവൽക്കാരനായിട്ട് തീരുവാൻ നമുക്ക് കഴിയണം. ഞാൻ എപ്പോഴും ഈ അപരൻ എന്ന വാക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് അത്ര ഇഷ്ടമുള്ള വാക്കല്ല. കാരണം പരൻ എന്ന വാക്കിനോട് വിഭക്തി ചേർക്കുമ്പോഴുണ്ടാകുന്നതാണ് അപരൻ എന്ന് പറയുന്നത്. നാം പരനായ യേശു ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ നമ്മളുടെ ഇടയിൽ അപരനില്ല. നമ്മുടെ ഇടയിൽ ആര് മാത്രമേ ഉള്ളൂ? പരൻ മാത്രമേ ഉള്ളൂ. നാം എല്ലാവരും ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും നാം നുറുക്കുന്ന അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അതുകൊണ്ട് നാം എല്ലാവരും ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവരാകയാൽ നാം എല്ലാവരും അവൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളുമാകുന്നു. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും കർത്താവിൽ ഒന്നാണ് എന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളും സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന നമ്മളെല്ലാവരും അപരന്മാരല്ല. എന്നെ മറ്റൊരാളായിട്ട് ഞാൻ കാണുമ്പോൾ തന്നെ
വേറൊരാളെ ഞാൻ വേറൊരാളായിട്ട് കാണുമ്പോൾ തന്നെ ക്രിസ്തീയ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയി എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യരുടെ ശക്തി സ്രോതസ്സിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ഈ മനുഷ്യരുടെ പ്രൊക്ലമേഷൻ എന്തായിരുന്നു? അവരുടെ മെസ്സേജ് എന്തായിരുന്നു? ഒന്ന്, ലോകത്തിന് കൊടുത്ത മെസ്സേജ് എന്ന് പറയുന്ന ഒന്ന്, ഞങ്ങൾ പാർട്ട്നേഴ്സാണ്, ഞങ്ങൾ ഫെലോഷിപ്പിൽ യാത്ര ചെയ്യുന്നവരാണ്, ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ മുൻപോട്ട് പോകുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് മത്സരികളാണോ? നമ്മൾ പരസ്പരം കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടാണോ കാണുന്നത്? അതോ കൊളീഗ്സ് ആയിട്ടാണോ നമ്മൾ കാണുന്നത്? നമ്മളെ തന്നെ കാണുന്നത് സഹോദരനായിട്ടാണോ കാണുന്നത്? സഹോദരിയായിട്ടാണോ കാണുന്നത്? നമ്മളിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു വീഴ്ചയുണ്ടായാൽ അത് വലുപ്പത്തിൽ കാണിക്കാനാണോ ശ്രമിക്കുന്നത്? അതോ നമ്മൾ അതിൽ നിന്ന് കരകയറ്റാനായിട്ടാണോ ശ്രമിക്കുന്നത്? ഇതൊക്കെ ശാന്തതയോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് എന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. ഫെലോഷിപ്പിൻ്റെ ഒരു നന്മയോട് പറഞ്ഞ് ഇന്ന് പോയില്ലെങ്കിൽ അത് ശരിയാകില്ല എന്ന് എനിക്കറിയാം. അഭിവന്യ തിരുമേനിയും വന്യനായ ജോർജ് സക്കറിയാച്ചനും ഞാനും ഒക്കെ അഭിവന്യ അലക്സാണ്ടർ തിരുമേനിയോടുകൂടെ ശുശ്രൂഷ ചെയ്തവരാണ്. അലക്സാണ്ടർ തിരുമേനി കാലം ചെയ്തിട്ട് ഇന്നലെ 25 വർഷമായി. അലക്സാണ്ടർ തിരുമേനിയുടെ ജീവിതത്തിലെ ഒരു അനുഭവം, കൂട്ടായ്മയുടെ ശക്തിയുടെ അനുഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് മാത്രം ഞാൻ ഇല്ലസ്ട്രേഷൻ പറയട്ടെ. അതെന്താണെന്നറിയാമോ? ഒരു മുട്ടയെടുത്ത്, തൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി, അപ്പച്ചൻ അച്ഛനാണ്, അപ്പച്ചൻ മരിച്ചുപോയി, അമ്മ ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, 8 പേരുള്ള കുടുംബമാണ്. അമ്മച്ചി മോൻ സ്കൂളിലോട്ട് പോകുമ്പോൾ മോൻ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞ് മൂത്ത മോൻ ചാണ്ടിച്ചന് ഒരു മുട്ട പുഴുങ്ങി കൊടുക്കും. മുട്ട പുഴുങ്ങി കൊടുക്കുമ്പം കൂടുള്ളവരെല്ലാം കൂടെ നിൽക്കും, കൂടെ സഹോദരങ്ങൾ കൂടെ നിൽക്കും. അമ്മച്ചി വന്ന് ഈ മുട്ട 8ആയിട്ട് പകുത്തു കൊടുക്കും. 8ആയിട്ട് പകുത്തു കൊടുക്കുമ്പോൾ പകുത്ത് നൽകുന്നതിനകത്തെ നന്മ ആ ഭവനം തിരിച്ചറിഞ്ഞു. അഭിവന്യ തിരുമേനി ഈ സഭയിലെ അനുഗ്രഹീതനായ ഒരു മെത്രാപ്പൊലിത്തയായിട്ട് തീർന്നു. എനിക്കിന്നിവിടെ നിൽക്കുമ്പോൾ, അഭിവന്യ തിരുമേനി ഇവിടെ ഇരിക്കുമ്പോൾ, ഈ ജോർജ് സക്കറിയാച്ചൻ ഇവിടെ ഇരിക്കുമ്പോൾ അഭിവന്യ തിരുമേനിയെക്കുറിച്ചുള്ള ഭയങ്കരമായ ഓർമ്മകൾ എന്നെ വേട്ടയാടുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആർ വി കോമ്പറ്റേറ്റേഴ്സ് ഓർ കൊളീഗ്സ്? ഞാൻ ആദ്യമായിട്ട് പോകുന്നത്, വിദേശത്ത് യാത്ര ചെയ്യുന്നത് 2000 ആണ്ട് ജൂൺ മാസത്തിലാണ്. അഭിവന്യ തിരുമേനിയൊക്കെ കൂടെയാണ് എന്നെ വിട്ടത്. ടൊമോഹോണിൽ CCAയുടെ ജനറൽ അസംബ്ലിക്കാണ് പോകുന്നത്. എൻ്റെ കൈവശം എടുത്താൽ ഒരു പൈസ പോലും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനിയാണ് മെത്രാപ്പൊലിത്ത തിരുമേനി. മെത്രാപ്പൊലിത്ത തിരുമേനി എന്നെ ഓഫീസിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛന് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം, പാസ്പോർട്ടിന് പോകാനായിട്ട് അന്ന് പത്തനംതിട്ടയുള്ള SP വിളിച്ചു പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു, പാസ്പോർട്ട് റെഡിയായി. അങ്ങനെ ഇരുന്നപ്പോൾ ഭാഗ്യസ്മരണീയനായ ജോസഫ് മാർത്തോമ തിരുമേനി അതിലേ ഒന്ന് പോയപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അച്ഛൻ അടൂർ അരമന വരെ ഒന്ന് വരണം. പോകുന്നതിന് മുമ്പ് ഞാൻ പേടിച്ചു പോയി. ചുരുക്കം പറഞ്ഞാൽ, ഞാൻ അന്ന് ഫോണും ഒക്കെ വളരെ കുറവാണല്ലോ. ഞാൻ ഈ ജോസഫ് തിരുമേനിയെ കാണാനായിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി. ഞാൻ അവിടെ ചെന്നപ്പം എന്നോട് അവിടെ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, അച്ഛൻ്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. തിരുമേനി അന്നേരം ഞാൻ പോരുന്ന അവസരത്തിൽ അവിടെ നിന്നൊരു ഫോൺ വിളിച്ച് ഫെലീസിയാനോ കരീനോ എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു കൊച്ചച്ഛനെ അങ്ങോട്ട് വിടുന്നുണ്ട്, എയർപോർട്ടിൽ നിന്ന് വണ്ടി അറേഞ്ച് ചെയ്യണം, അതുപോലെ തന്നെ അച്ഛൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കണം. ഇത് ഞാൻ നേരിട്ട് കേട്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം തിരുമേനി എന്നെ പ്രാർത്ഥിച്ചയച്ചതിന് ശേഷം അഭിവന്യ തിരുമേനി ഒരു ബാഗ് എടുത്തുകൊണ്ട് വരാൻ കൂടിരുന്ന അച്ഛനോട് പറഞ്ഞു. തിരുമേനി എടുത്തുകൊണ്ട് വന്ന് 200 രൂപയുടെ 100ൻ്റെ 2 ഡോളർ, 2 ഡോളറല്ല, 100ൻ്റെ 2 കടലാസ്, $200 പ്ലസ് 10 രൂപ വെച്ചുള്ള
5 പേപ്പർ. നേരം $250 എൻ്റെ കൈവശം എടുത്ത് തന്നിട്ട് പറഞ്ഞു, അച്ഛന് പോകുന്ന വഴിക്ക് ഇതാവശ്യം വരും, അച്ഛൻ കൊണ്ടുപോകും. അത് കഴിഞ്ഞതിന് ശേഷം തിരുമേനി പറഞ്ഞു, ഞാൻ അവിടെ ഫെലിസിയാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, 2 ദിവസം കഴിയുമ്പോൾ ഞാനങ്ങ് വരും, ഞാൻ വരുമ്പം ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊള്ളാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതാണ് മാർത്തോമ സഭ. ഇതാണ് മാർത്തോമ സഭയുടെ പൈതൃകം. തിരുമേനി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ തിരുമേനിയെ ഇരുത്തിക്കൊണ്ട് തിരുമേനി ഞാനുമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാർത്തോമ സഭയിൽ 3 അച്ഛന്മാർ സീഹോറ ആശ്രമത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ, അതായത് തിരുവനന്തപുരത്ത് നിന്ന് ജോലിയും കളഞ്ഞു വരുമ്പോൾ, യൂഹാനൻ മാർത്തോമ തിരുമേനി അന്ന് ഈ അച്ഛന്മാരെ വഴക്ക് പറഞ്ഞു. എല്ലാവരും വിചാരിച്ചു സുവിശേഷ വേലയ്ക്ക് പോയപ്പോൾ ഈ അച്ഛനെ എന്തിനാ വഴക്ക് പറഞ്ഞത്. അടുത്ത ദിവസം അവർ വീണ്ടും വന്നു. വീണ്ടും വന്നപ്പോൾ വഴക്ക് പറഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അന്നേരം ഒരു 25 പൈസ എടുത്ത് ഈ സുവിശേഷകർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ലാഞ്ഞതുകൊണ്ട് ഞാൻ അവരെ വഴക്ക് പറഞ്ഞ് വിട്ടതാണ്. അവരിപ്പോൾ വന്നപ്പോൾ എനിക്ക് കൊടുക്കാൻ ഒരു പള്ളിയിൽ നിന്ന് കിട്ടിയ പൈസയുണ്ട്. ദിസ് ഈസ് മാർത്തോമ ചർച്ച്. ഇതാണ് മാർത്തോമ സഭ. അതുകൊണ്ട് പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്, ഒന്ന്, സമയമില്ലല്ലോ ഞാൻ നിർത്തട്ടെ, ഒന്നെന്ന് പറയുന്നത് നാം ഒറ്റയ്ക്കല്ല, നമ്മൾ കർത്താവിനോടുകൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതാണ്, പാർട്ട്ണർഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. 2, ശക്തി സ്രോതസ് എന്ന് പറയുന്നത്, നമ്മുടെ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ചെന്നാൽ അവിടെ തമ്പടിച്ച് കിടക്കരുത്. ഒരിടത്തു നിന്ന് നിങ്ങൾക്ക് പൈസ വല്ലതും കിട്ടിയാൽ അവിടെ കിടക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് മാറിപ്പോണം. പൈസ ആയിരിക്കരുത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അറിയപ്പെടുന്ന സുവിശേഷകരും അറിയപ്പെടാത്ത സുവിശേഷകരും ഉദ്ദേശം പൈസയല്ലായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 3ാമത് പറയുന്നത്, നിങ്ങൾ ചെല്ലുന്ന വീട്ടിൽ നിങ്ങളെ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും എന്താ പറയണം? നശിച്ചു പോകുമെന്നൊന്നും പറഞ്ഞിട്ട് പോകരുത്. എന്താ ചെയ്യണം? സമാധാനമെന്ന് പറയണം. നമ്മൾ ചെല്ലുമ്പോൾ, അറിയപ്പെടുന്ന സുവിശേഷകർ ചെല്ലുമ്പോഴും അറിയപ്പെടാത്ത സുവിശേഷകർ ചെല്ലുമ്പോഴും സമാധാനമുണ്ടാകുന്ന ഒരനുഭവം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ ഒന്നാമത് പറയാൻ ശ്രമിച്ചത്, അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ സുവിശേഷകരുടെ ശക്തി സ്രോതസ് എന്തൊക്കെയാണ്, അറിയപ്പെടുന്നതും അറിയാത്തവരുമായവരുടെ പ്രൊക്ലമേഷൻ അഥവാ മെസ്സേജ് എന്താണ്. 3, അറിയപ്പെടുന്നവരുടെയും അറിയപ്പെടാത്തവരുടെയും സന്തോഷം എന്താണ്, ഹാപ്പിനെസ്. എന്താ ഹാപ്പിനെസ്? കർത്താവിനോട് കൂടെ ഉണ്ടെന്നുള്ള ഹാപ്പിനെസ്സാണ്. ദൈവം തമ്പുരാൻ എന്നോട് കൂടെ ഉണ്ടെന്നുള്ള സന്തോഷമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബെരോവയിലും തെസലോനിക്കയിലും ഉള്ള ദൈവജനം ഈ ശക്തി സ്രോതസ്സിലും ഈ സന്ദേശത്തിലും ഈ സന്തോഷത്തിലും ഉറച്ചു നിന്ന് അവർ കർത്താവിനോടുകൂടെ ചേർന്ന് അവരുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ കർത്താവിൻ്റെ തിരുസഭ വളരെ അനുഗ്രഹകരമായി അതാത് സ്ഥലങ്ങളിൽ വളർന്നു എന്നുള്ളതാണ്. ഞാനൊരു സംഭവം കൂടെ പറഞ്ഞു നിർത്താം. 16-ാം നൂറ്റാണ്ടിലാണ് ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പണി കഴിപ്പിച്ച് പുതുക്കി പണിതത്. ആ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പുതുക്കി പണിതപ്പോൾ അതിൻ്റെ പ്രധാന ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ റെൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. ഒരു ദിവസം രാവിലെ ക്രിസ്റ്റഫർ റെന്ന് അവിടെ ചെന്നു, ഈ പണിസ്ഥലത്ത് ചെന്നു. അധികം ആളുകളൊന്നും അവിടെ ഇല്ല. ക്രിസ്റ്റഫർ റെന്നിനെ അറിയാത്ത കുറേ മെയ്ക്കാടുകാർ മാത്രമേ ഉള്ളൂ. അന്നേരം ക്രിസ്റ്റഫർ റെന്ന് ഈ മെയ്ക്കാടിനോട് ചോദിച്ചു, നിങ്ങൾ എന്തോ ചെയ്യാമെന്ന് ചോദിച്ചു. എന്തോ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്റ്റഫർ റെന്നിനോടുകൂടെ ചേർന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പണിയുക എന്ന് പറഞ്ഞു. ഞങ്ങൾ കല്ല് ചുമക്കുകയാണ് മണ്ണ് ചുമക്കുക എന്നൊന്നും പറഞ്ഞില്ല. പിന്നെന്തോ പറഞ്ഞെന്നറിയാമോ? ഞങ്ങൾ ക്രിസ്റ്റഫർ റെന്നിനോടുകൂടെ ചേർന്ന് ഞങ്ങൾ എന്തോ പണിയുക? ദൈവരാജ്യം പണിയുകയാണ്. അതുകൊണ്ട് ഈ അറിയപ്പെടുന്ന സുവിശേഷകരും അറിയപ്പെടാത്ത സുവിശേഷകരുമായ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവരാജ്യം പണിയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ നന്മ, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നമുക്ക് ഈ ലോകത്തിൽ കൊടുത്ത് ഈ ലോകത്തിൽ നറുമണം പരത്തുന്ന ദൈവമക്കളായിട്ട് തീരുവാനായിട്ട് സാധിക്കും. അതിന് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മലമുകളിൽ നിന്ന് നമുക്ക് താഴ്വാരങ്ങളിലേക്ക് പോകാം.